ജന്മദിനം ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ദിവസമാണെന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ദിവസം അടുക്കുംതോറും സന്തോഷത്തിന് പകരമുള്ളിൽ വല്ലാത്തൊരു ഭാരമോ ഉത്കണ്ഠയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങളും സ്വയം ചോദിച്ചിട്ടുണ്ടാവും, അല്ലേ? എല്ലാവരും ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഒരുതരം വിഷാദവും ഈ ആഘോഷങ്ങളോടൊരു താൽപ്പര്യമില്ലായ്മയുമൊക്കെ തോന്നുന്നത്? ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു കുറവല്ല. ഇത് നിങ്ങൾ നന്ദിയില്ലാത്തതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല. ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ ചില മാനസികമായ കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? നമുക്ക് ആദ്യത്തേതിലേക്ക് കടക്കാം. സമ്മാനങ്ങളുടെ ഭാരം. അതെ, ചിലപ്പോൾ മറ്റുള്ളവരുടെ സ്നേഹം പോലും നമുക്കൊരു ഭാരമായി തോന്നാം. എന്തുകൊണ്ടാണെന്ന് നോക്കാം. എത്ര വിചിത്രമല്ലേ ഇത്! നമുക്ക് വേണ്ടി ആളുകൾ സ്നേഹത്തോടെ സമ്മാനങ്ങൾ തരുമ്പോൾ, നമ്മളെപ്പറ്റി നല്ലത് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തരം അസ്വസ്ഥത രൂപപ്പെടുന്നു. സന്തോഷിക്കുന്നതിന് പകരം എങ്ങനെ ഇതിന് തിരിച്ചു പകരം വീട്ടും എന്ന ചിന്ത നമ്മളെ അലട്ടാൻ തുടങ്ങുന്നു. സൈക്കോളജിയിൽ ഈ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്: ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി. സിമ്പിളായി പറഞ്ഞാൽ, കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, എന്നാൽ വാങ്ങുന്നതിനോ സ്വീകരിക്കുന്നതിനോ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ തലച്ചോറ് ഈ സ്നേഹത്തെയും സമ്മാനങ്ങളെയും ഒരു കടമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തു മാത്രം ശീലിച്ച ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം തിരികെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഇനി സമ്മാനങ്ങൾ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ആളുകളുടെ ശ്രദ്ധ പോലും നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കാം. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാരണം. പെട്ടെന്നൊരു ദിവസം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുമ്പോൾ തോന്നുന്ന ഒരുതരം പേടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പാർട്ടിയിൽ എല്ലാവരും നിങ്ങളെ നോക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പാട്ടുപാടുന്നു, ആശംസകൾ പറയുന്നു. ഇത് പലർക്കും സന്തോഷം നൽകുമ്പോൾ നിങ്ങൾക്ക് മാത്രം അവിടെ നിന്നും ഓടിപ്പോകാൻ തോന്നുന്നുണ്ടോ? ഇതിനു പിന്നിലും ഒരു കാരണമുണ്ട്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ പാരന്റിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത്, കുട്ടിക്കാലത്ത് തന്നെ മുതിർന്നവരുടെ റോളുകൾ ഏറ്റെടുക്കേണ്ടി വന്നവർക്ക് പിന്നീട് സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സ് എപ്പോഴും മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകാനായി പഠിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് അതൊരു അപരിചിതമായ, എന്തിന് ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയായി പോലും തോന്നാം. ശ്രദ്ധ മാത്രമല്ല, ഒരാഘോഷം ആവശ്യപ്പെടുന്ന സാമൂഹികമായ ഇടപെടലുകളും നമ്മളെ വല്ലാതെ ക്ഷീണിപ്പിക്കാം. അതാണ് നമ്മുടെ മൂന്നാമത്തെ കാരണം: മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള സമ്മർദ്ദം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ബാറ്ററി തീർന്നു പോകുമോ എന്നുള്ള ഭയം. നമ്മുടെ ഫോണിന്റെ ബാറ്ററി പോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ എനർജിയും. ചിലരുടെ ബാറ്ററി വളരെ പെട്ടെന്ന് തീർന്നുപോകും. ഒരു ജന്മദിനാഘോഷമെന്നത് അങ്ങനെയുള്ളവർക്ക് ശരിക്കും വലിയൊരു ഊർജ്ജനഷ്ടമാണ്. ഇതിനെയാണ് മനഃശാസ്ത്രം ഹൈ സോഷ്യൽ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇത് അനുഭവപ്പെടുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി എന്നത് നിങ്ങൾക്ക് ശരിക്കും വലിയൊരു മാനസിക ഭാരം തന്നെയായിരിക്കും. ഒന്നോർത്തു നോക്കൂ, പാർട്ടിക്കിടയിൽ എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നതായി അഭിനയിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം അതിവേഗം തീർന്നുപോകുന്നു. ആ ഒരു ക്ഷീണം കാരണം ജന്മദിനം ഒറ്റയ്ക്ക് സമാധാനപരമായി ചിലവഴിക്കാൻ നിങ്ങൾ ഒരുപക്ഷെ അതിയായി ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ കാരണത്തിലേക്ക് വരാം. ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ള, നിങ്ങളുടെ വ്യക്തിത്വവുമായി തന്നെ ബന്ധപ്പെട്ട ഒന്നാണ്: നിങ്ങളുടെ സ്വകാര്യതയുടെ ലോകം. പ്രൈവസി ഓറിയന്റേഷൻ കൂടുതലുള്ള ആളുകൾ സ്വന്തം കാര്യങ്ങൾ സ്വകാര്യമായി വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് സന്തോഷിക്കാൻ മറ്റുള്ളവരുടെ അംഗീകാരമോ ശ്രദ്ധയോ ഒന്നും ആവശ്യമില്ല. ഇവിടെ വളരെ രസകരമായൊരു ആശയമുണ്ട്. ചിലർക്ക് സ്വന്തം മൂല്യം തിരിച്ചറിയാൻ മറ്റുള്ളവരുടെ പ്രശംസയും അഭിപ്രായങ്ങളും ആവശ്യമാണ്. എന്നാൽ മറ്റു ചിലർ, അതായത് ഇന്റേണൽ ഇവാലുവേഷൻ ഉള്ളവർ, അവരുടെ സന്തോഷവും മൂല്യവും ഉള്ളിൽ നിന്നാണ് കണ്ടെത്തുന്നത്, പുറമേ നിന്നല്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരാളാണെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന നൂറുകണക്കിന് ആശംസകളോ ആളുകളുടെ പ്രശംസയോ നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള യഥാർത്ഥ സന്തോഷവും നൽകില്ല. കാരണം നിങ്ങളുടെ സന്തോഷം വരുന്നത് പുറത്തുനിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് അവസാന വാക്കുകളിലേക്ക് കടക്കാം. നിങ്ങളായിരിക്കുക. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ജന്മദിനം വരുമ്പോൾ അത് ആഘോഷിക്കാൻ തോന്നിയില്ലെങ്കിൽ ദയവായി സ്വയം കുറ്റപ്പെടുത്തരുത്. അതിനർത്ഥം നിങ്ങളൊരു മോശം വ്യക്തിയാണെന്നല്ല. ഒരു കാര്യം ഓർക്കുക, നിങ്ങളൊരു മോശം വ്യക്തിയായതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടി സങ്കീർണവും ആഴത്തിലുള്ളതുമായതുകൊണ്ടാണ്. നിങ്ങളുടെ ഈ സങ്കീർണത ഒരു കുറവല്ല, അതൊരു പ്രത്യേകതയാണ്. നമ്മുടെ പെരുമാറ്റത്തിന് പിന്നിലെ ഇത്തരം അദൃശ്യമായ മനഃശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക.
കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഇനിയും ഒരുപാട് ദൂരം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനുണ്ട്.